പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അല്പനേരത്തെ വചനചിന്തയ്ക്കായി ധ്യാനിക്കാം. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. ഇവിടെ യോനായെ പറ്റിയിട്ടാണ് പറയുന്നത്. അദ്ദേഹം സ്വന്തമായ ഒരു കുടിലുണ്ടാക്കി അതിൻ്റെ തണലിൽ പാർത്തു. എന്നാൽ താൻ ആഗ്രഹിച്ച നിലവാരത്തിലുള്ള ഒരു തണൽ താൻ ഉണ്ടാക്കിയ ആ കുടിലിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ല. ഇതിൻ്റെ ആത്മീക അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് വേദനകളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ നാം പല തണലുകളിൽ ആശ്രയിക്കാറുണ്ട് മാനുഷികമായിട്ട്. എന്നാൽ നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമുക്ക് പലപ്പോഴും മനുഷ്യനാശ്വാസമോ ചേർത്ത് നിർത്തലുകളോ നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ പലരിൽ നിന്നും കിട്ടാറില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള സ്നേഹവും കരുതലുമൊക്കെ എപ്പോഴും ഒരു പരിമിതി ഉണ്ടാകും. ഇവിടെ യോന ഉണ്ടാക്കിയ കുടിലിനും വളരെ പരിമിതിയായിരുന്നു. യോന ആഗ്രഹിച്ച നിലവാരത്തിൽ യോനായ്ക്ക് തണൽ കൊടുക്കുവാൻ ആ കുടിലിന് സാധിച്ചില്ല. എന്നാൽ ഇതിൻ്റെ മുകളിൽ, ഈ കുടിലിൻ്റെ മുകളിൽ തണൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി കൊടുത്തു. ഈ ആവണക്ക് നിമിത്തം യോന അത്യന്തം സന്തോഷിച്ചു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നവരല്ല നമ്മളെ ചേർത്ത് നിർത്തുന്നതും നമ്മൾക്ക് തണൽ തരുന്നത്. ദൈവം നമുക്ക് ചില ബന്ധങ്ങളും ചില വ്യക്തികളെ നമ്മളുമായിട്ട് ചേർത്ത് നിർത്തും. അവര് നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുപരി നമുക്ക് തണലും ആശ്രയവും ഒക്കെ തരും. എന്നാൽ പലപ്പോഴും നാം ദൈവം തരുന്ന മാനുഷിക കരുതലിലും സ്നേഹത്തിലും ഒരുപാട് ആശ്രയിക്കാറുണ്ട്. ഇവിടെ ആശ്രയിക്കരുതെന്ന് അല്ല ഞാൻ പറഞ്ഞു വന്നത്, ആശ്രയിക്കണം. പക്ഷെ ഇവിടെ യോന ദൈവം ഉണ്ടാക്കി കൊടുത്ത ആ ആവണക്കിൽ അത്യന്തം സന്തോഷിച്ചു. ദൈവം തരുന്ന ബന്ധങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. എന്നാൽ അത് ദൈവത്തെ കാട്ടിലും ഉപരി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരുന്നതായിരിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുന്നത്: ദൈവത്തിൽ സന്തോഷിപ്പിൻ. ഒന്നുകൂടി ഞാൻ നിങ്ങളോട് അത് എടുത്തു പറയുകയാണ്. എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ തന്നെ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. ആകയാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഓരോ നിമിഷവും നമുക്ക് കഴിയണം. ഇവിടെ യോന ആ ആവണക്കിൽ അത്യന്തം സന്തോഷിച്ചത് മൂലം ആ ആവണക്ക് ഒരു പുഴുവിനെ കൽപ്പിച്ചുളവാക്കി ദൈവം അത് ഉണക്കിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ദൈവം തരുന്ന ബന്ധങ്ങൾ, ചില കാര്യങ്ങൾ, നന്മകൾ, ഇതിൽ നമ്മൾ അധികം സന്തോഷിക്കാതെ നമുക്ക് നന്മോഷങ്ങളും ഒക്കെ തന്ന ദൈവത്തിൽ സന്തോഷിക്കാൻ നമുക്ക് എപ്പോഴും കഴിയട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഇവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.